കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ ഈ വർഷവും ടെറസിൽ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ഒരു പച്ചക്കറി കൃഷിത്തോടാണ്. അതിനകത്ത് നമ്മൾ പാവലുണ്ട്, കുറ്റിപ്പയറുണ്ട്, അതോടൊപ്പം വള്ളിപ്പയറുണ്ട്, പിന്നെ നമ്മൾ പച്ചമുളക് വെച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ തക്കാളിയുണ്ട്, പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ക്യാബേജ് വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. നമ്മൾ നല്ല ജൈവ വളങ്ങൾ തന്നെയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികളിലും എല്ലാത്തിലും ഇപ്പോൾ ഒരു പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ടായി തുടങ്ങും. വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട്. പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മൾ പച്ചച്ചാണകവും അതോടൊപ്പം തന്നെ കടലപ്പിണ്ണാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത്. പുതിനയൊക്കെ നന്നായിട്ട് തന്നെ വളർത്തും. നല്ല പച്ച കളർ തന്നെയാണ്, നല്ല സ്മെല്ലുമാണ്. അതോടൊപ്പം നമ്മൾ ഇടയ്ക്ക് ബന്ദിയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഈ കീടങ്ങളിലേക്ക് ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടി. ഗ്രോബാഗിന് പകരം നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ചട്ടിയും സംഭവങ്ങൾക്ക് താഴോട്ട് ഇറക്കും. കാരണം അല്ലെങ്കിൽ അത് ടെറസിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത് കാരണം ഗ്രോ ബാഗ് താഴോട്ട് ഇറങ്ങുമ്പോൾ അത് മിക്കതും കീറിപ്പോവും. അപ്പം ഈ ചെടിച്ചട്ടി ആകുമ്പോഴത്തേക്ക് പ്ലാസ്റ്റിക് ആകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. 25 രൂപയുടെ ഗ്രോ ബാഗിന് വരെ നമ്മൾ 40 രൂപയുടെ ചട്ടി മേടിക്കുന്നു. പക്ഷെ അത് നമ്മളിത് 3-ാമത്തെ വർഷമാണ് ഈ സെയിം ചട്ടി തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ടെറസിന് കേടുപറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിരട്ട നിരത്തി വെച്ചിട്ട് അതിന് മുകളിലാണ് ഈ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ട്രേയും ഉപയോഗിക്കുന്നുണ്ട്. ചെടിച്ചട്ടി നമ്മൾ ട്രേയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നമുക്കൊന്നും ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും കിട്ടും, അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷവും കിട്ടും. അതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം. ഓക്കെ.